الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ഏറെ പ്രിയം നിറഞ്ഞ ആദരവേറിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒരുമ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞായറാഴ്ചകളിലെ വൈകുന്നേരങ്ങൾ പലപ്പോഴും നമുക്കതിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും പല കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത് അള്ളാഹു നമുക്ക് നമ്മുടെ സമയങ്ങളിൽ ഇനിയും ബർക്കത്ത് നൽകാനുള്ള കാരണങ്ങളാക്കട്ടെ. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് ബഖറയിലെ 89-ാമത്തെ ആയത്താണ്. അതായത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആ സൂറത്തിൽ. അവർക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥത്തെ സംബന്ധിച്ച്, അതിനുശേഷം മറിയമിൻ്റെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥത്തെ സംബന്ധിച്ച്, അങ്ങനെയൊക്കെ അള്ളാഹു അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, ഒരു ഹക്ക് കിട്ടിയിട്ട് ആ ഹക്കിൻ്റെ യഥാർത്ഥമായ ആ ഒരു തെളിമയും മഹിമയും ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് അതിൽ നിന്ന് തെന്നിമാറിയ ഈ യഥാർത്ഥ ദീനിൽ നിന്ന് അള്ളാഹു പഠിപ്പിച്ച ഈ ഒരു പ്രകാശത്തിൽ നിന്ന് വീണ്ടും അന്ധകാരങ്ങളിലേക്ക് സഞ്ചരിച്ച ജൂതരുടെ, ക്രൈസ്തവരുടെ ആ ഒരു മാർഗത്തെ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞു. വഖാലു ഖുലൂബുനാ ഗുൽഫ് ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലം മാ യുഅ്മിനൂൻ. അത് പറഞ്ഞിട്ടാണ് റബ്ബിൻ്റെ സംസാരം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിയോഗിതനായപ്പോൾ വിശുദ്ധ ഖുർആനുമായി അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചപ്പോൾ ആ നബിയുടെ വരവിനെ കാത്തിരുന്നവരായിരുന്നു പല ആളുകളും. ഒരു വേദഗ്രന്ഥം അവതരിച്ചിരുന്നെങ്കിൽ എന്ന് ആ അവിശ്വാസികൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അവിശ്വാസികളുടെ മേൽ വിജയം ലഭിക്കാൻ, അല്ലെ, അവിശ്വാസികളുടെ മേൽ, അന്നത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വേദങ്ങളിൽ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു അവിശ്വാസത്തിൻ്റെ മേൽ വിജയം കൈവരിക്കാൻ പാകത്തിൽ ഒരു വേദഗ്രന്ഥം റബ്ബ് ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവരെന്നാണ്. അലൈക്കും സലാം. എന്നാൽ ആ ഒരു വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ അവരിങ്ങനെ കാത്തുനിന്ന് ഒരു വേദഗ്രന്ഥവും ഒരു പ്രവാചകനും അവതരിച്ചപ്പോൾ അവരുടെ പ്രമാണങ്ങളിൽ, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട ആ ഹക്കിനെ സ്വീകരിക്കാൻ അവർക്ക് എന്തായില്ല, അവരുടെ മനസ്സുകൾ പാകപ്പെട്ടില്ല. അല്ലാഹ് പറയാൻ ഫലമ്മാ ജാഅഹും മാ അറഫൂ ബി ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബി. അവർക്കറിയാമായിരുന്ന ഒരു കാര്യം അവരിലേക്ക് വന്നപ്പോൾ കഫറൂ ബിഹി, അവരാ അറിയാവുന്ന കാര്യത്തെ നിഷേധിച്ചു. സത്യത്തെ ഉൾക്കൊള്ളാൻ അവരുടെ അഹങ്കാരം അവരെ സമ്മതിച്ചില്ല. എന്നാൽ കൃത്യമായി അള്ളാഹു വേദഗ്രന്ഥത്തിൽ പഠിപ്പിച്ചു കൊടുത്തതാണ്, ഒരു വേദഗ്രന്ഥം ഇറങ്ങാനുണ്ട് എന്നും ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട് എന്നും വിശ്വാസികൾ അവിശ്വാസികളുടെ മേൽ അതിജയിക്കുമെന്നും വകാനു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു,
അവിശ്വാസികളുടെ മേൽ ഒരു വിജയത്തിന്റെ മാർഗമായി, ഒരു വിജയത്തിന്റെ അവസരമായി അള്ളാഹു ഒരു വേദഗ്രന്ഥത്തെയും ഒരു പ്രവാചകനെയും പറഞ്ഞയച്ചിരുന്നെങ്കിൽ എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്നവരാണ്. പക്ഷെ ഫലമ്മ ജാഅഹും, ആ കിതാബുമായി റസൂൽ അവതരിച്ചപ്പോ, മാ അറഫു, അവർക്ക് അറിയാമായിരുന്ന കാര്യത്തെ കൊണ്ട് റസൂൽ കടന്നു വന്നപ്പോ, കഫറു ബിഹി, അവരെന്ത് ചെയ്തു? അതിനെ നിഷേധിച്ചു. അതിനവർ ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹ് ആയത്ത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ റബ്ബിന്റെ ശാപമാണെന്ന്. ഇഹത്തിലും പരത്തിലും അല്ലെ, വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവർ മുഴുവൻ അവരെ ശപിക്കുമെന്നാൻ. ആമുഖമായി ഈ ഒരു ആയത്തിനെ ഓർമ്മപ്പെടുത്തിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സത്യം കേട്ട് കഴിഞ്ഞാൽ, ഒരു ഹക്ക് കേട്ട് കഴിഞ്ഞാൽ, അല്ലെ, ഹുദയുടെ മാർഗം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാനുള്ള മനോഭാവം ഒരു വിശ്വാസി ഉണ്ടാക്കിയെടുക്കണം. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം അതാണ്. അള്ളാഹ് പറഞ്ഞ കാര്യം നമ്മൾ ജീവിതത്തിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിനെ ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം ഉണ്ടാവണം. അതിനെ തിരസ്കരിക്കുന്ന സ്വഭാവം ആരുടേതാണ്? അത് ആ ജൂതന്മാരുടെയും അതുപോലെ തന്നെ പിഴച്ച കക്ഷികളുടേതുമാണ്. ഹക്കിനെ അള്ളാഹ് ബോധ്യപ്പെടുത്തി തരും. ഇപ്പൊ ഇസ്ലാമിന്റെ കറകളഞ്ഞ ഇസ്ലാമിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ, അത്തരം ചില ഉദ്ധരണികൾ അല്ലെങ്കിൽ അത്തരം ചില എഴുത്തുകൾ, ലേഖനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ പലപ്പോഴും പക്ഷപാതിത്വങ്ങളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വതാല്പര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യരുത്, ഹക്കിനെ സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ടേക്ക് വലിക്കാൻ പാടില്ല എന്നാണ്. ഒരു സത്യവിശ്വാസി അവന്റെ ആദർശ ശുദ്ധിയെ എത്ര ശക്തമായി സൂക്ഷ്മതയോടുകൂടി കൈവരിക്കേണ്ടതാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞതിന്റെ പൊരുൾ. ഇനി ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത് മദീനയിലെ അൻസാരികളുടെ ഒരു സംഭവമാണ്. ഇന്നത്തെ സംസാരം അതാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൻസാരികൾ അല്ലേ, അൻസാരികൾ എന്ന് പറഞ്ഞാൽ ആരെ നമുക്കറിയാം. അൽ അൻസാർ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ വിഭാഗക്കാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സഹായിക്കുകയും നബിയുടെ കൂടെ അല്ലെ ഒട്ടി നിൽക്കുകയും ചെയ്ത പ്രവാചക തലമുറ മദീനയിലെ സ്വഹാബത്ത്. ഈ അൻസാരികൾക്ക് അൻസാർ എന്നുള്ള പേരെടുത്തത് ആരാണ്? ഇപ്പൊ പൊതുവെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഗോത്ര പേരുകളിലാണ് അറിയപ്പെടുക അല്ലെ. ആ ഗോത്രപ്പേരിന് അവർ വലിയ പെരുമയായി കൊണ്ട് നടക്കാറുമുണ്ട്. ആ രൂപത്തിലാണ് അവരെന്ത് ചെയ്യുക, അവരെ പേരെന്നെ ചേർത്ത് പറയാറുള്ളത്. പക്ഷെ അൽ അൻസാരി എന്നാണ് ഒരു അൻസാരിയായ ഒരു സഹാബിന്റെ പേര് വായിക്കുമ്പോൾ ഹദീസുകൾ നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചു പോവുക. അബു അയ്യൂബിൽ അൽ അൻസാരി എന്ന് പറയും അല്ലെ. ഇങ്ങനെ ചില സ്വഹാബികൾ അൻസാരി എന്ന് ചോദിച്ചാൽ, ഈ അൻസാരി എന്നുള്ളത് അവരുടെ തറവാട്ട് പേരാണോ? അല്ല. ഈ സ്വഹാബികൾക്ക് ആരാണ് ഈ അൻസാരി എന്ന് പേരിട്ട് കൊടുത്തത്? അള്ളയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ അൽ അൻസാർ എന്ന് വിളിച്ചത്. അതായത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചില സന്ദർഭങ്ങളിൽ അൻസാരികളുടെ കഥ പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും അൻസാരികളുടെ കഥ പറയുന്നവനായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഗൈലാൻ ഇബ്നു ജരീർ എന്ന് പറയുന്ന സ്വഹാബി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഗൈലാൻ ഇബ്നു ജരീർ റഹ്മഹുല്ലാ താബിഇയാണ്. അദ്ദേഹം അനസ് ഇബ്നു മാലിക് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി നിലകൊണ്ട ആ ഒരു സ്വഹാബിയോട് ചോദിക്കാറുണ്ട്, അൻസാരികളുടെ ചരിത്രം പറഞ്ഞുതരാൻ. ആരാണ് അൻസാരികൾ, എന്താണ് അൻസാരികളുടെ പ്രത്യേകത, അതൊക്കെ എടുത്തു പറയുന്ന ചില സംസാരങ്ങൾക്ക് വേണ്ടി പ്രചോദിപ്പിക്കാറുണ്ട്. ഒരു അദ്ദേഹം ചോദിച്ചു, കുൽത്തുലി അനസിൻ, ഞാൻ അനസിനോട് ചോദിച്ചു, അറഅയ്ത ഇസ്മുൽ അൻസാർ കുന്തും തസുമ്മൂന ബിഹി അം സമ്മാക്കുമുല്ലാഹ്, അൻസാർ എന്ന പേര് നിങ്ങൾ വിളിച്ചിരുന്ന പേരാണോ അതല്ല അള്ളാഹ് നിങ്ങളെ വിളിച്ച പേരാണോ എന്നെന്ത് ചെയ്യാറുണ്ട്? അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഗൈലാൻ ഇബ്നു ജരീറിനെ പോലുള്ള ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. അൽ അൻസാർ എന്നുള്ളത് നിങ്ങൾ വിളിക്കുന്ന നിങ്ങളെ ബാപ്പമാര് വിളിച്ച പേരാണോ, തറവാട്ട് പേരാണോ, അതല്ല അള്ളാഹ് വിളിച്ച പേരാണോ? ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൽ സമ്മാനല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ വിളിച്ച പേരാണ് അൽ അൻസാർ. അഥവാ 7 ആകാശങ്ങൾക്കും മുകളിൽ നിന്ന്, സബ്അ സമാവാത്തിൻ തിബാഖ്, അല്ലെ, ബലിഷ്ഠങ്ങളായ 7 ആകാശങ്ങൾക്കും ഉപരിയിൽ നിന്ന് അള്ളാഹു ഭൂമിയിലെ ഈ ഏറ്റവും എളിമയുടെ ഏറ്റവും വലിയ മാതൃകയായ സ്വഹാബികൾ അള്ളാഹു വിളിച്ച പേരാണ് അൽ അൻസാർ എന്നാണ്. അവരത് വലിയ പെരുമയായി, വലിയ അവരുടെ ജീവിതത്തിലെ ഫഖറായി അവരത് എടുത്തു പറയാറുമുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഗൈലാൻ ഇബ്നു ജരീർ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാൻ, കുന്നാ നദ്ഖുലു അലാ അനസിൻ ഫയുഹദ്ദിസുനാ ബിമനാഖിബിൽ അൻസാരി വമശാഹിദഹും,
ഞങ്ങൾ ചില സന്ദർഭങ്ങളിൽ അനസിന്റെ അരികിൽ ചെന്ന് പോയിരിക്കാറുണ്ട്, അനസ് ബിൻ മാലിക്കിന്റെ അരികിൽ. എന്നിട്ട് അദ്ദേഹത്തോട് അൻസാരികളുടെ മഹത്വം ചോദിച്ചറിയാറുണ്ട്. അവരുടെ ജീവിത രീതികളെ, അവരുടെ വിശ്വാസത്തിന്റെ വിശുദ്ധിയെ, അവരുടെ പ്രത്യേകതകളെ ഞങ്ങൾ ചോദിച്ചറിയാറുണ്ട്. എന്തിനാ ചോദിച്ചറിയണത്? സ്വഹാബികളെ സംബന്ധിച്ച് പഠിക്കണം നമുക്കറിയാം. എന്തിനാ നമ്മൾ സ്വഹാബികളെ സംബന്ധിച്ച് പഠിക്കുന്നത്? സ്വഹാബികളുടെ ചരിത്രം നമ്മൾ കേൾക്കണത്. കാരണം നമ്മളെ ദീനിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് ആരാണ്? ഈ സ്വഹാബികളാണ്. അൻസാറുകളും മുഹാജിറുകളും അടങ്ങുന്ന സ്വഹാബത്താണ്. അവരെങ്ങാനും കയ്യും കെട്ടി ഒരു മൂലയിലിരുന്നിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നമ്മളിലേക്ക് എത്തുമായിരുന്നില്ല. അവരവരുടെ ആയുസ്സുകളെ ഈ ഒരു ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ചെലവഴിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിലേക്ക് ഒരിക്കലും ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നമ്മളിലേക്ക് നമ്മളെ കടാക്ഷിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ ജീവിതങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സദസ്സുകൾ അലങ്കരിക്കണം എന്നാണ് ഒരിക്കൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. സയ്യിനു മജാലിസക്കും ബിദിക്രി ഉമറ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സദസ്സുകൾ ഉമറിന്റെ പരാമർശങ്ങൾ കൊണ്ട് ഭംഗിയുള്ളതാക്കുക. വ അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞിട്ട് നിങ്ങളുടെ സദസ്സുകളെ അലങ്കരിക്കുക. വ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ചരിത്രം പറഞ്ഞും ജീവിതത്തിലെ വർത്തമാനങ്ങളും പറഞ്ഞും നിങ്ങളുടെ സദസ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? സുന്ദരങ്ങളാക്കുക. വ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും പരാമർശങ്ങളും എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സദസ്സുകളെ ഏറ്റവും നല്ല മനോഹരമാക്കുക. ഇതാരാ പഠിപ്പിച്ചെന്നത്? ആയിഷ ബീവിയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? അൻസാരികളുടെയും മുഹാജിറുകളുടെയും ചരിത്രം പറഞ്ഞു കൊടുത്തവരെ വളർത്തണം. എന്തിനു വേണ്ടിയാണ്? അതിലൂടെയാണ് കറകളഞ്ഞ ദീനിനെ നമ്മുടെ വീടകങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. അവരുടെ ജീവിതങ്ങളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പാഠങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റി പറയാന്നുണ്ട്. ഒരു സദസ്സിന്റെ അലങ്കാരം എന്ന് പറയുമ്പോൾ അല്ലെ, റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, എൻ്റെ സ്വഹാബത്ത് വാനത്തെ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയാണ്. ചില ഹദീസുകളിൽ അങ്ങനെ കാണാം. പക്ഷെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ ഹദീസിന് ദുർബലത ഉണ്ട്. പക്ഷെ എന്നാലും എന്താണ് അതിന്റെ ആശയം ശരിവെക്കുന്നതാണ്. ആകാശങ്ങളിൽ വെണ്ണിത്തിളങ്ങുന്ന നക്ഷത്രം പോലെ ഈ സമൂഹത്തിന്റെ ഏറ്റവും നല്ല വെട്ടിവിളങ്ങുന്ന നല്ല തിളക്കമുള്ള ശോഭന നിറങ്ങളിൽ പല വർണ്ണങ്ങളിൽ തെളിയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർ, അവർ എല്ലാ സദസ്സുകൾക്കും എന്താണ്? അലങ്കാരമാണ് എന്നാണ് ആയിഷ ബിയോളെ പഠിപ്പിച്ചത്. സ്വഹാബികളെ സംബന്ധിച്ച് പലപ്പോഴും പറയാൻ മടി കാണിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് കാണാം. സ്വഹാബികളെ തെറി പറയുന്ന, സ്വഹാബികളെ ആക്ഷേപിക്കുന്ന, സ്വഹാബികളെ വിമർശിക്കുന്ന, സ്വഹാബികളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ ഇടകീറി ചർച്ച ചെയ്ത് അവരുടെ മേൽ ദുരാരോപണങ്ങൾ നടത്തുന്ന പല കക്ഷികളില്ലേ. ഇപ്പൊ ഷിയാക്കളെ ആദ്യം നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരിക ഷിയാക്കളായിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു 12ഓളം വിഭാഗങ്ങൾ, അതിൽ തന്നെ 22ഓളം കക്ഷികളായി പിരിഞ്ഞ അവരിൽ പല നിലക്കുള്ള ആദർശ വ്യതിചലനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലുള്ള, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ആയിഷ ബീവിയെ പോലുള്ള മഹത്തുക്കളെ മുഴുവൻ എന്ത് ചെയ്യുന്നു? അധിക്ഷേപിക്കുന്നു, ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ചില ആളുകളിലെ അൻസാരികളെ മാത്രം തെരഞ്ഞെടുത്ത് വിമർശിക്കുന്ന ആളുകളെ കാണാം ഈ ചരിത്രങ്ങളിൽ. മുഹാജിറുകളുടെ ജീവിതത്തിലെ പല ഭരണത്തിൽ വന്ന ചില പോരായ്മകളെ എടുത്ത് പർവ്വതീകരിച്ച് അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന വരികളെ കാണാം ഇസ്ലാമിക ചരിത്രങ്ങൾ വായിച്ചു പോകുമ്പോൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവന്റെ മനസ്സിന് വേദന ഉണ്ടാവും, അല്ലെ? വേദന ഉണ്ടാവണം. അതുകൊണ്ടാണ് സ്വഹാബികളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സ്വഹാബികൾ, പ്രത്യേകിച്ച് അൻസാറുകളുടെ ഫദ്ലും അൻസാറുടെ മഹത്വവും. മുഹാജിറുകളെ ചില സമയത്ത് ഹദീസുകളിൽ തോന്നിപ്പോകും മുഹാജിറുകളെക്കാളും അള്ളാഹിന്റെ റസൂലിന് ഏറെ ഇഷ്ടം ആരോടായിരുന്നു? അൻസാരികളോടായിരുന്നു എന്ന് തോന്നിപ്പോകും. എന്താ കാരണം? എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതും ഞാൻ ആമുഖമായ ഒരു ആയത്ത് ഓതിയച്ചില്ലേ. ഏതാണ് ആയത്ത്? ഓർമ്മ ഉണ്ടാ? 89ാമത്തെ ആയത്ത്. എന്തായിരുന്നു അതിൽ അള്ളാഹ് പറഞ്ഞത്? ഫലമ്മാ ജാഅഹും മഅറഫു കഫറു ബി. ജൂതന്മാരെ പറ്റിയാ പറഞ്ഞത്. ഹക്ക് അവർക്ക് വന്നപ്പോ അറിഞ്ഞ ഹക്കിനെ അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. അൻസാരികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അവരറിഞ്ഞ ഹക്കാണ്. അവർക്ക് ഹക്ക്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ സംബന്ധിച്ച് മദീനയിലെ അൻസാരികൾക്ക് വിവരമുണ്ടായിരുന്നു എന്നാണ്. എന്താ കാരണം? ജൂതന്മാർക്കിടയിലായിരുന്നു അവരുടെ ജീവിതം. ബനു ഖുറൈലയും ബനു നളീറും ബനു ഖൈനുഖാവും തമ്പടിച്ചിരുന്നത് മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ സംബന്ധിച്ച് മുൻവേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അവരെ തടിച്ചുകൂടിയതാണ് ആ ജനത എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. മദീനയിലെ ഈ 3 ഗോത്രങ്ങൾ, അഥവാ ഈ ശരിക്ക് ഈ ജൂതന്മാരെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അസ്ൽ എവിടെയാണ്? ശരിക്ക് മിസ്റിന്റെ അവിടെ നിന്നാണ് പോകുന്നത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം നമുക്കറിയാം അല്ലെ? കനാൻ സമൂഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. പക്ഷെ അവിടുന്ന് മദീനയിലേക്ക് ഇവരെങ്ങനെ എത്തി? യസ്രിബ് എന്ന് പറയുന്ന മദീനയിലേക്ക് ഇവരെങ്ങനെ എത്തി? ഇവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കറിയാമായിരുന്ന ഹക്കാൻ, അവർക്കറിയാം ഒരു റസൂലുള്ളാഹി കടന്നു വരാനുണ്ടെന്നും അറേബ്യയിൽ ഒരു പ്രവാചകന്റെ വരവുണ്ട് എന്നും വേദഗ്രന്ഥത്തിന്റെ ഉദിപ്പുണ്ട് എന്നും അവിടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയതാണ്. പക്ഷെ ഹക്ക് വന്നപ്പം എന്ത് ചെയ്തില്ല? സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളത് വേറെ വിഷയം. അവരിൽ നിന്ന്, ഈ ജൂതന്മാരിൽ നിന്ന്, പാരമ്പര്യങ്ങളായ ഈ ജൂതന്മാരിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? മദീനയിലെ അൻസാറുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ പറ്റി വിവരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ പറ്റി അറിയാം. അതുകൊണ്ട് തന്നെ നബിയുടെ പ്രബോധനത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവര് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അവിടുന്ന് മദീന. നബി ഹിജറ പോയിന്റ് ശേഷമാണോ അൻസാറുകള് മുസ്ലിമീങ്ങളായി കടന്നു വന്നത്? അല്ലല്ലോ. ഹിജറക്ക് മുമ്പേ അൻസാറുകൾ ഇസ്ലാമിനെ സ്വീകരിച്ചവരാൻ. ഹിജറക്ക് മുമ്പേ അൻസാറുകൾ ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അവര് കച്ചവടത്തിന് വേണ്ടി മക്കയിലേക്ക് കടന്നു വരും. കച്ചവടത്തിലേക്ക് കടന്നു വരും മാത്രമല്ല, ചില സമയങ്ങളിൽ ഹജ്ജിനും അവരെന്ത് ചെയ്യാറുണ്ട്? മക്കയിലേക്ക് വരാറുണ്ട്. ഹജ്ജിന് വരുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും മക്കക്കാരായ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല പേരും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പരിഹാസപാത്രമാക്കി ചിത്രീകരിച്ചിരുന്ന കാലം, വളരെ രഹസ്യമായി ഇസ്ലാമിന്റെ പ്രബോധനം നടന്നിരുന്ന കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആരും കടന്നു വരാതിരിക്കാൻ പാകത്തിൽ നബിയുടെ മേൽ ആരോപണങ്ങൾ നടത്തിയിരുന്ന കാലം. ഒരു ഭ്രാന്തനുണ്ട്, അതിൽ പറയുന്നത് മുഴുവൻ വിടുവായിത്തമാണ്, പൊള്ളത്തരങ്ങളാണ്, മാരണക്കാരനാണ് എന്നിങ്ങനെ പറഞ്ഞ ആളുകളെ നബിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അൻസാരികൾ അക്കബയിലേക്ക് വന്ന ഘട്ടം, ബൈഅത്തുൽ അഖബ ചരിത്രം മനസ്സിലാക്കിയത്. ആ സമയത്താണ് ആദ്യമായി അൻസാറുകൾ നബിയെ കാണുന്നതും ആ ഹക്കിനെ അന്നേരം ഹക്ക് കേട്ടപ്പോ എന്ത് ചെയ്തിട്ടില്ല? അവര് മാറി നിന്നിട്ടില്ല. ഹക്കിനെ കേട്ടപ്പോ അതിനെ ഇരു കൈകളോടെ സ്വീകരിച്ചവരാൻ, ഹക്കിന്റെ മാർഗങ്ങളിൽ സഹായ വാഗ്ദാനം നൽകിയവരാൻ. ഇനി ഞങ്ങളുണ്ട്, ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ നബിക്ക് എന്ത് സംഭവിച്ചാലും നബിയെ അങ്ങയെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നബിയുടെ കൂടെ ആദ്യം നിന്നവരായിരുന്നു അൻസാരികൾ. അഥവാ ഹിജറക്ക് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട മാത്രയിൽ അതിനെ സ്വീകരിച്ച എളിമയുള്ള ഹൃദയങ്ങളാണ് അൻസാരികൾ എന്നാണ് അൻസാരികളുടെ ആദ്യത്തെ ആ ഒരു ഭാഗം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. അപ്പൊ ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ ചില സദസ്സുകളിൽ എന്ത് ചെയ്യാറുണ്ട്? അൻസാരികളെ സംബന്ധിച്ച് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ അൻസാരികളുടെ ജീവിതത്തിലെ പാഠങ്ങൾ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഉപകരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കപ്പെടണം. ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചകന്റെ ഹദീസുകളിൽ നിന്നോ ഒരു കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കാൻ അവസരം ലഭിച്ചാൽ പിന്നെ അതിനെ സ്വീകരിക്കണം. എൻ്റെ വാപ്പന്മാരങ്ങനെയായിരുന്നു, എൻ്റെ കാക്കക്കാരനവന്മാരങ്ങനെയായിരുന്നു, എൻ്റെ മുൻതലമുറ അങ്ങനെയായിരുന്നു, എൻ്റെ കൂട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ടവരും അവരാ മാർഗത്തിലാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും ഹക്കിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വിമുഖത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അൻസാരികളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളെ സ്നേഹിക്കാനുള്ള കാരണവും അതാണ്. അൻസാരികൾ ഒരു പ്രയാസമില്ലാതെ നബിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചവരായിരുന്നു. നബിയെ മാത്രമല്ല, നബിന്റെ കൂടെയുള്ള സ്വഹാബത്തിനെ തന്നെ, മുഹാജിറുകളെ തന്നെ എത്ര നല്ല രീതിയിൽ അവർ സ്വീകരിച്ചവരാ. അപ്പൊ ഈ അൽ അൻസാർ, സഹായികൾ എന്ന പേര് അള്ളാഹ് എന്ത് ചെയ്തു? അവരുടെ മേൽ അള്ളാഹ് ഇട്ട് കൊടുത്തു, സഹായികൾ എന്ന പേര്. എന്നാ ഇവരെ ആദ്യത്തെ പേര് എന്ത് ചെയ്യുന്നു? മദീനയില് ഇപ്പൊ അൻസാരികളായി അറിയപ്പെട്ട ഈ സ്വഹാബികളുടെ ആദ്യത്തെ പേര് എന്തായി നമുക്കറിയാം. അവരറിയപ്പെട്ടിരുന്ന അവരുടെ ഗോത്ര പേര് ഔസും ഖസ്റജുമാണ്. അൽ ഔസീനോ അല്ലെങ്കിൽ അൽ ഖസ്റജീനോ എന്നുള്ള പേരിലാണ് അവരെന്ത് ചെയ്തിരുന്നത്? അറിയപ്പെട്ടിരുന്നത്. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് അൽ ഖസ്റജി എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ഖസ്റജും ഔസും അതന്നെ അങ്ങേയറ്റത്തെ വൈരാഗ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഔസൊന്ന് പൊന്നി നിൽക്കാൻ ഖസ്റജ് ആഗ്രഹിച്ചിരുന്നില്ല, ഖസ്റജികളൊന്നും ഉയർന്നു നിൽക്കാൻ ഔസുകാരും ആഗ്രഹിച്ചിരുന്നില്ല. അത് കാലാകാലം അവർക്കിടയിൽ ആ ഒരു വിദ്വേഷം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടായി. വഅല്ലഫ ബൈന ഖുലൂബിക്കും എന്നല്ലേ, വഇൻ കുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല റബ്ബിന്റെ നിഅമത്തായി എന്ത് ഇവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അൻസാരികളെ സംബന്ധിച്ച് പറഞ്ഞു പോയ വർത്തമാനമാണ്. ഞാൻ ആദ്യം പറഞ്ഞു വരുന്നത്, അൻസാരി എന്ന പേര് കൊടുത്തത് അല്ലയാണ്. അവരുടെ ആദ്യത്തെ പേരുകൾ എന്തായിരുന്നു? ഔസും ഖസ്റജുമാണ്. അതായിരുന്നു, ഈ രണ്ട് ഗോത്രങ്ങളായിരുന്നു അവർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ. അള്ളാഹു അൻസാരികൾക്ക് കരുണ ചൊരിയട്ടെ, അൻസാരികളുടെ മക്കൾക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. അൻസാരികളെ സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഈമാന്റെ ഭാഗമായിട്ട് എണ്ണി പറഞ്ഞതാ.
മുഹാജിറുകളെ സ്നേഹികളെ സ്വഹാബത്തിന് ഓൾറെഡി വേണം, പക്ഷെ അൻസാരികളെ പ്രത്യേകം സ്നേഹിക്കണം എന്നുള്ള റസൂൽ പറഞ്ഞു. ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനല്ലാതെ അൻസാരിയെ സ്നേഹിക്കൂല എന്നാൻ. വലാ യുഹിബ്ബുഹു കാഫിർ വലാ യുഹിബ്ബുഹു മുനാഫിഖുൻ, അല്ലേ? ഒരു മുനാഫിഖീങ്ങൾ എന്ത് ചെയ്യൂല, അൻസാരികളെ ഇഷ്ടപ്പെടുകയും ഇല്ല എന്ന് പറഞ്ഞു. മുനാഫിഖീങ്ങളാരാൻ? മദീനക്കാരന്നെ അധികം ആൾക്കാരും അല്ലെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞു വന്നാൽ, പക്ഷെ അവർക്ക് ആരിഷ്ടല്ല? അൻസാരികളെ ഇഷ്ടല്ല. അൻസാരികളെ ഇഷ്ടപ്പെടുന്നത് ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ള പറഞ്ഞു ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനല്ലാതെ അൻസാരിയെ സ്നേഹിക്കൂല എന്നാണ്. ഇപ്പൊ നമ്മൾ പറയാൻ, അല്ലാഹുവേ ഞാൻ അൻസാരികളെ സ്നേഹിക്കുന്നവനാണ്. അപ്പൊ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അൻസാരികൾ ഉള്ളപ്പോ മാത്രമാണോ ആ സ്നേഹം കാണിച്ചാൽ മതിയോ? അങ്ങനെയാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ആ കാലത്തുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ മതിയെന്നു, കാണിച്ചാൽ മതിയെന്നു. നബിയെ നമ്മൾ ഇന്നും സ്നേഹിക്കുന്നവരല്ലേ. നബിയെ സ്നേഹിക്കാതെ എന്താവൂല, ഒരാൾ സ്വർഗത്ത് പോവൂല. നബിയെ സ്നേഹിക്കാതെ ഒരാളുടെ ഈമാൻ പൂർത്തിയാവൂല. അതേപോലെ തന്നെയാണ് അൻസാരികളെ സ്നേഹിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ ഒരു പടപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടോ അവൻ ആരെ സ്നേഹിക്കണം? അൻസാരികളെ സ്നേഹിക്കണം. അൻസാരികളെ സ്നേഹിച്ചാൽ അവരുടെ ഫദീലത്ത് അല്ലാഹ് പറയാൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഫമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്, അൻസാരിയെ ആരെങ്കിലും സ്നേഹിച്ചാൽ, അൻസാരികളെ സ്നേഹിക്കുന്നവരാണോ അവരെ അള്ളാഹ് സ്നേഹിക്കും. അപ്പൊ നമ്മൾ പറയാണ്, അള്ളാഹ് ഞാൻ അൻസാരികളെ ഇഷ്ടപ്പെടുന്ന ഓരോ അൻസാരിയെയും ഞാൻ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അള്ളാഹ് അയാളെ സ്നേഹിക്കുന്നു. അള്ളാഹ് അയാളെ സ്നേഹിക്കുന്നു റസൂലുള്ള പറയണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ശ്രേഷ്ഠത എത്ര മഹത്വമാണ്. ഇപ്പൊ ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളെ ഇഷ്ടപ്പെട്ട അള്ളാഹ് ഇഷ്ടപ്പെടുമെന്ന് പറയണമെങ്കിൽ അള്ളാഹ്ക്ക് അത്രക്കും സ്നേഹമാണെന്നാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു വലാ യുബ്ഗിലുഹും ഇല്ലാ മുനാഫിഖ്, മുനാഫിക്കിന് മാത്രമേ അൻസാരികളോട് വിദ്വേഷം ഉണ്ടാവുള്ളൂ എന്നാണ്. ഇന്ന് ഷിയാക്കൾക്ക് അൻസാരികൾ മാത്രമല്ല, ഖുറൈശി എല്ലാ മുഹാജിറുകളെയും അല്ലേ വിമർശിക്കുന്ന, അതൊരു നമ്മൾ ആരും വരെ ഷിയാക്കളിൽ മാത്രം ഒതുങ്ങിന്നല്ല. ആ ഷിയായിസം എന്ത് ചെയ്യുന്നു, നാൾക്ക് നാൾ നമ്മൾ അറിയാതെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, നമ്മുടെ നാടുകളിലേക്കും ആ വിശ്വാസം എന്ത് ചെയ്യുന്നു, അരിച്ചു കയറുന്നു എന്നുള്ളത് വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, ഹംദും സലാത്തും ഒരാൾ ഖുത്ബ പറയണമെങ്കിൽ, ഒരാൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആദ്യം പറയും അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അല്ലേ? ഒരാള് ഷിയയാണോ, ഒരാള് സഹാബി വിരോധിയാണോ, ഒരാള് യഥാർത്ഥ അഹ്ലുസുന്ന ആദർശക്കാരനാണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, ഒരു പണ്ഡിതൻ യഥാർത്ഥ അഹ്ലുസുന്ന ആദർശക്കാരനാണോ, ഇനി അതല്ല അതിൽ നിന്ന് വ്യതിചലിച്ചവനാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ ഹംദും സ്വലാത്തും കേട്ടാൽ മതി എന്ന് ചില പണ്ഡിതന്മാർ എടുത്തു പറയാറുണ്ട്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്താ അജ്മഈൻ? എല്ലാവരുടെ മേലും അള്ളാന്റെ കാരുണ്യവും അല്ലെ ഈ സമാധാനമൊക്കെ ഉണ്ടാവട്ടെ, എല്ലാ സ്വഹാബികളുടെ മേലും. ഈ ഷിയാക്കളാണ് ഇതെന്ത് ചെയ്യൂല, പറയൂല. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർക്ക് നിർദ്ദേശം, അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ അറിയും, ഷിയായിസം നിറഞ്ഞു നിൽക്കുന്ന ഏരിയകൾ ഉണ്ടെങ്കിൽ, അവിടെ നമ്മൾ പ്രബോധനം ചെയ്യണമെങ്കിൽ ഈ ആദർശത്തെ എടുത്തു പറയണം എന്നാണ്. അല്ല വർളല്ലാഹു അനിൽ ഖുലഫാഇർ റാഷിദീൻ, ല്ലേ? അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ അൻ സായിരി സഹാബത്തിൽ അജ്മഈൻ എന്നുള്ള വാക്കുകൾ എടുത്തു പറയണം. കാരണം എന്താ, അത് അവരെ ചൊടിപ്പിക്കുന്നതാണ്, അതവരെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. കാരണം അത് അവർക്ക് ഇഷ്ടമല്ല. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ലഅനത്ത് മാത്രം ചൊല്ലി ശീലിച്ച അവരുടെ നാവുകളിൽ നിന്ന് ഒരിക്കലും റിളയുടെ വാക്കുകൾ എന്ത് ചെയ്യൂല, ഉയർന്നു പൊങ്ങൂല എന്നാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അഹ്ലുസുന്നതയുടെ ആദർശമാണ് സ്വഹാബത്തിനെ മുഴുവൻ, അപ്പൊ നമ്മുടെ അഖീദന്റെ ഭാഗമാണ് സ്വഹാബികളെ മുഴുവൻ സ്നേഹിക്കുക എന്നുള്ളതും അവരുടെ മഹത്വം എടുത്തു പറയുക എന്നുള്ളതും. അല്ലെങ്കിൽ അഖീദ ശരിയാവൂല, വിശ്വാസം ശരിയാവൂല. ഈമാന്റെ ഭാഗമാണ് അൻസാരികളെയും മുഹാജിറുകളെയും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അതാണ്, അൻസാരികളെ നിങ്ങൾ സ്നേഹിക്കണം. അൻസാരികൾ ആര് സ്നേഹിച്ചുവോ അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ കാര്യം. അപ്പോൾ അതൊരു പരലോകം വരെ അല്ലെ, മരണം വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്നേഹം നമ്മുടെ മനസ്സുകളിൽ നിറയാം. നമ്മളെങ്ങനെ ആ സ്നേഹം നമ്മളെ ജീവിതത്തിൽ പകർത്തുക? അൻസാരികളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ വഅഅദ്ദ ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ ദാലികൽ ഫൗസുൽ അലീം. അള്ളാഹു പറയുന്നു, ഏറ്റവും മഹത്തായ വിജയം എന്ന് പറയുന്നത് ഈ മുൻഗാമികളായ അൻസാരികളെയും മുഹാജിറുകളെയും പിൻപറ്റലാണ് എന്നാണ്. അൻസാരികളെയും മുഹാജിറുകളെയും പിൻപറ്റി കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് ഒരുക്കി വെക്കുന്നത് സ്വർഗമാണ് എന്നാണ്. കാലാകാലം നിത്യവാസികളായി അവരതിൽ കഴിയുമെന്നാണ്. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അൻസാരികളുടെ ചരിത്രം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാനുള്ള കാരണം ഇപ്പൊ മനസ്സിലായല്ലോ.
എന്തിനാണ്? അത് അഖീദ പഠിപ്പിക്കാനാണ്, വിശ്വാസം പഠിപ്പിക്കാൻ. നമ്മളെ മക്കളെ ഈ അൻസാരികളുടെ ചരിത്രവും മുഹാജികളുടെ ചരിത്രവും പറഞ്ഞു കൊടുപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവരോടുള്ള ഇഷ്ടം മനസ്സുകളിൽ ഇങ്ങനെ നട്ടു വളർത്തണം. ഇവരോടുള്ള സ്നേഹം അവരുടെ മനസ്സുകളിൽ നിലനിൽക്കണം, മരണം വരെ അത് നിലനിൽക്കണം. കാരണം അത്രമാത്രം ഇസ്ലാമിനെ സഹായിച്ചവർ ലോകത്ത് വേറല്ല. അങ്ങനെയുള്ള അൻസാരികൾ ലോകത്ത് വേറല്ല. അൻസാരികൾ അവര് മാത്രാണ്. അത് മുഹാജിറുകൾക്ക് ആ പേര് വരാത്തത്. ഇസ്ലാമിനെ ഇങ്ങനെ സഹായിക്കുന്നവർ ലോകത്ത് വേറില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയൊക്കെ അവർ സ്നേഹിച്ചു, നബിയെ സ്നേഹിച്ച പല മാതൃകകളും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കാണാം. പക്ഷെ അൻസാരികളുടെ സ്നേഹം ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ടോ? അതിങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അതിങ്ങനെ വേറിട്ട് നിൽക്കുന്നത് കാണാം. നമുക്കറിയാം, ഒരു അൻസാരിയായ ഒരു സ്ത്രീ, ഒരു ഹദീസിൽ അങ്ങനെ തന്നെ അൽ അൻസാരിയ എന്ന് തന്നെയാണ് അല്ലെ, ഇംറഅത്തുൻ അൻസാരിയ, അൻസാരിയായ ഒരു വനിത. അഥവാ സഹാബത്തിനെ പറ്റി പറയാൻ, യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളയും സഹാബത്ത് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ നബിനെ കണ്ടില്ല. ആദ്യം വന്ന ആള് പറഞ്ഞു ബാപ്പ മരണപ്പെട്ടു, അതുപോലെ തന്നെ അല്ലെ സഹോദരൻ മരണപ്പെട്ടു, അവരുടെ വീട്ടിൽ അവർക്ക് പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഇന്റെ റസൂലിന് എന്ത് പറ്റി, നബിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ പറയാണ്, നബിയെ പറ്റി കേട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ വേദനകളും ജലലുൻ. എന്താ ജലലുൻ? സ്വഗീറുൻ എന്നുള്ള അർത്ഥം. ഒന്നുമല്ല അല്ലെ. മരണപ്പെട്ടത് ബാപ്പയായാലും, മരണപ്പെട്ടത് തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനായാലും, മക്കളായാലും സഹോദരങ്ങളായാലും നബിയുടെ വേർപാടിനോളം വലുതല്ല, നബിയുടെ വേർപാടിനോളം ഒന്നുമല്ല. അത് ആ അൻസാരിയായ സ്ത്രീക്ക് നബിയോടുണ്ടായിരുന്ന സ്നേഹം. ഇത് അതിൽ മാത്രമല്ല, അബൂ ത്വലഹത്തുൽ അൻസാരി യുഹദ് യുദ്ധത്തിൽ അതും നമുക്ക് കാണാം. പല്ല് പൊട്ടി അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടി. നബി ഒരു കുഴിയിൽ വീണപ്പോ നബിയുടെ ഇങ്ങനെ കവചമായി നിലകൊണ്ടവനാണ് അബൂ ത്വലഹ റളിയല്ലാഹു അൻഹു അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി ത്വലഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു നബിനെ ഇങ്ങനെ കവചമായി റസൂലാണ്, നഹരി ദൂന നഹരിക്, എന്റെ നെഞ്ച് ഞാൻ നബിയെ അങ്ങയുടെ നെഞ്ചിനും മീതയായിട്ട് ഞാൻ വെക്കും, എന്നെ തറച്ചിട്ട് ഇനി ഒരു അമ്പ് തറക്കുകയാണെങ്കിൽ അങ്ങയെ തറക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൻ, ജീവനിലേറെ നബിയെ സ്നേഹിച്ചവൻ. നബിനെ അങ്ങനെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ പല കഥകളും അല്ലെ, മുഹാജിറുകളിൽ നിന്നും അൻസാരിൽ നിന്നൊക്കെ കാണാം. പക്ഷെ അൻസാരികൾ ഇങ്ങനെ വായിക്കുമ്പോൾ കൂടുതൽ വൈകാരികത ഫീൽ ചെയ്യും. അൻസാരികളുടെ ചരിത്രം ഇങ്ങനെ കാണുമ്പോൾ കൂടുതൽ വൈകാരികത ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന അവരുടെ സഹായ മനസ്കത, ഈ ഇസ്ലാമിനോടുണ്ടായിരുന്ന അവരുടെ സഹാനുഭൂതി, ഈ സഹായം ചെയ്യാനുണ്ടായിരുന്ന അവരുടെ ത്വര, അതന്നെയാണ്. ഇപ്പൊ ബൈഅത്തു അഖബ കഴിഞ്ഞു. ആ അഖബന്റെ സമയത്ത്, ആദ്യത്തെ അഖബ ഉടമ്പടി നടക്കുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞല്ലോ, ഇത് സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും, സമ്പത്തിൽ കുറവ് വരും, ആൾക്കാരെന്ത് ചെയ്യും, പല പല കച്ചവടങ്ങളും മുടക്കാൻ മുന്നിൽ നിൽക്കും, അതുപോലെ തന്നെ പല പ്രയാസങ്ങളും വരും. സൈക്കാർ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാരികൾ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഗുണം? റസൂലുള്ള പറഞ്ഞു അൽ ജന്ന, സ്വർഗമാണ് എന്ന് പറഞ്ഞു. സ്വർഗമാണ് എന്ന് പറഞ്ഞപ്പോ അവര് പറയാൻ, എന്നാ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അല്ലെ, സമ്പത്തോ സന്താനങ്ങളോ വരുന്ന നാശനഷ്ടങ്ങളോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നം. ഇത് എപ്പോഴാ പറയണത്? ഇസ്ലാമിന്റെ തുടക്കത്തിലാട്ടോ. മക്കയിലെ മുശ്രിക്കുകൾ പലരും ചെയ്തിട്ടില്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. കച്ചവടത്തിന് വന്ന്, അതിലെ ഹജ്ജിന് വന്ന സമയത്ത് ആ സീസണിൽ മാത്രം കേട്ടു അതിനെ സ്വീകരിച്ച അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വർഗം കിട്ടും എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല എന്നാൻ. എത്രത്തോളം നമുക്കറിയാം, ബദർ യുദ്ധം നടക്കുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചോദിച്ചത് ആരോടാണ്? അൻസാരികളുടെ മുന്നിലാണ്, നേരിടാൻ റെഡിയാണോ എന്ന്. അവർ പറഞ്ഞു, നബിയെ ആർത്തിരമ്പുന്ന കടലിലേക്ക് ഞങ്ങളോട് ചാടാൻ പറഞ്ഞാല് ഞങ്ങൾ ചാടും, ലഹുൽനാഫി, ഞങ്ങൾ അതിൽ ചാടാൻ റെഡിയാണ്. അങ്ങനത്തെ ഒരു മനസ്സന്നത കാണിച്ചൊരു സമൂഹം വേറല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അൽ അൻസാർ എന്നുള്ള അവരെ വിളിച്ചത്. വെറുതെ വിളിച്ചതല്ല. നമ്മളല്ല അൻസാരി, എത്ര കേട്ട പേരാണ് അൻസാരി അല്ലെ. അള്ളാഹ് പേരിടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹ് അങ്ങനെ അവരെ വിളിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ ത്യാഗവും മനോഭാവവുമാണ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ അത് ഇറങ്ങണം. ഞാനും നിങ്ങളും പല ചരിത്രങ്ങളും കഥകളും പല ആവേശത്തിൽ ഇന്ന് കേൾക്കുന്നവരാ. പക്ഷെ ഒരു സഹാബി നമ്മുടെ ജീവിതത്തിൽ എത്ര സ്വാധീനിച്ചിട്ടുണ്ട്? ഒരു അൻസാരിയുടെ ജീവിതത്തിലെ നമസ്കാരത്തിന്റെ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ വന്നണോ? ഒരു അൻസാരിയുടെ ജീവിതത്തിലെ സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ വന്നണോ? ഒരു അൻസാരി ഒരിക്കലും ഔസ് എന്ന ഗോത്രത്തിലെ ഹസറജിയായ ഒരാള് ഒരിക്കലും ഔസ് ഗോത്രത്തിലെ ആളെ ചീത്ത പറഞ്ഞെന്ത് ചെയ്തിട്ടില്ല, അഭിസംബോധന ചെയ്തിട്ടില്ല. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഈബത്തും നമീമത്തും എല്ലാവിധ വിദ്വേഷങ്ങളും പകയും വെച്ചു പുലർത്തുന്ന മുസ്ലിമീങ്ങൾക്ക് അൻസാരി ആരാന്ന് അറിയില്ല. അൻസാരികൾ അവർ മനസ്സിലാക്കുന്നില്ല. അൻസാരികളെ തിരിച്ചറിയണം.
മുഹാജിറുകളെ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് അവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് അവരെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കാനാണ്. അപ്പൊ ഒരു വിശ്വാസികൾ മുസ്ലിങ്ങൾക്കിടയിൽ എന്തുണ്ടാവില്ല, ഒരു കുത്തിത്തിരിപ്പുണ്ടാവൂല, അല്ലെ, ഒരു പകയും വിദ്വേഷം ഉണ്ടാവൂല. അത്ര സ്നേഹവും സഹായ മനസ്കത. ഒരു സഹായം ചോദിച്ചു വരുമ്പോഴേക്കും ഓൻ എന്നെ അത് ചെയ്തു, അതല്ലെങ്കിൽ ഓൻ എന്നെ ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ അത് തന്നില്ല, അതല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും അവൻ എന്നെ കുത്തി നോവിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടില്ല. പലപ്പോഴും അൻസാരികൾ ആരും എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു രീതിയിൽ സഹായത്തെ നിഷേധിച്ചവരല്ല. അല്ലാഹ് സൂറത്തുൽ ഹശറിൽ ഒരു സംഭവം പറഞ്ഞു. ഇത് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ, ഈമാനും അതുപോലെ തന്നെ വീടും ശരിയാക്കി കൊടുത്തു നിന്നിരുന്ന അൻസാരികളെ പറ്റി. മുഹാജിറുകൾ മുഴുവൻ ഇങ്ങനെ വരികയാണ്, ആരും അല്ല, ജീവിതത്തിൽ അവർ കണ്ടിട്ടെന്നല്ല, ഒരു പരിചയവുമില്ല, അപരിചിതരാൻ. മക്കക്കാരായ മുഹാജിറുകൾ അൻസാരികൾക്ക് അന്ന് അപരിചിതരാൻ. ആ അപരിചിതരായ ആൾക്കാരെയും കൊണ്ട് റസൂലുള്ള വന്നപ്പോ നബിയുടെ കൽപ്പന കേട്ട് അവരാദ്യം, നബി എത്തിയിട്ടില്ല, പക്ഷെ നബി എത്തുന്നതിന് മുന്നേ ആരെത്തി? മുഹാജിറുകൾ എത്തി. മുഹാജിറുകൾ എത്തിയപ്പോ അല്ലെ, നബി വരട്ടെ എന്നിട്ട് ഞങ്ങളെ സ്വീകരിക്കാം, നബി വരട്ടെ ഞങ്ങൾ സ്വീകരിക്കാം എന്നുള്ള രീതിയിലല്ല, ആദ്യം അവരെ സ്വീകരിച്ചു ഞാൻ, അല്ലെ. ഓരോ സഹാബത്തും അവരെ സ്വീകരിച്ച രംഗം ഹദീസുകളിൽ വിശിഷ്ടമാണ്. നബി അവർക്കിടയിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയതൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്തും വലൗകാന ബിഹി ഖസാസ, റബ്ബ് പറയുന്നു, പട്ടിണിയുള്ള ആളുകൾ അൻസാരികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ദാരിദ്ര്യം പിടിച്ചിരുന്ന ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ വകയില്ലാതിരുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? യുഹിബ്ബൂനഹും, അല്ലെ, അവരെ സ്നേഹിച്ചു. ഞാൻ അവരെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, തങ്ങളെക്കാളും വയുസിറൂനഹും അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങളെക്കാൾ, തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ, തങ്ങളുടെ പ്രിയങ്ങളെക്കാൾ, തങ്ങളുടെ ലക്ഷ്യങ്ങളെക്കാൾ ആ വന്ന മക്കളാൻ, ആ വന്ന സഹോദരന്മാരാൻ ഞങ്ങൾക്ക് പ്രാധാന്യമെന്ന് മനസ്സിൽ പ്രാമുഖ്യം കൊടുത്തവരായിരുന്നു അൻസാരികൾ എന്നാൻ. അതുകൊണ്ടാണ് അള്ളാഹ് അവരെ അൻസാരി എന്ന് വിളിച്ചത്. സഹായ മനസ്കഥ. ആ സഹായ മനസ്കഥ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അൻസാരികളെ പറ്റി റസൂലുള്ളാഹിക്ക് അതുകൊണ്ടാണ് ഇവരെ അത്രക്കും സ്നേഹം. നബിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അൻസാരികളോട്. ചില സമയത്ത് തോന്നും ഒന്നുമല്ല. മുഹാജിറുകൾ ആരാ? നബിന്റെ നാട്ടില് നബിന്റെ കൂടെ ഒക്കെ വീടും വിട്ട് വന്ന അവരെക്കാളും ചില സന്ദർഭങ്ങളിൽ നബി സെൽഫിഷ് ആയത് അൻസാരികളുടെ വിഷയത്തിലാണ്. സ്വാർത്ഥത കാണിച്ചത് അൻസാരികളുടെ വിഷയത്തിലാണ്. ലോക പ്രശസ്തമായ നബിയുടെ ഒരു ഖുതുബ ഉണ്ട്. നബിയുടെ ചില ഖുതുബകളൊക്കെ ഭയങ്കര സ്വാധീനം ചെലുത്തുന്ന മാത്രമല്ല, അറബി ഭാഷയുടെ സൗന്ദര്യം വരെ ചില സമയത്ത് നബിയുടെ ഖുതുബകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അറബി ഭാഷയുടെ സ്വാധീനം, അറബി ഭാഷയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ചില സാഹിത്യകാരന്മാരൊക്കെ നബിയുടെ ആ ഒരു സംഭവം എടുത്തു പറയാറുണ്ട്. നബിയുടെ ആ ഒരു ഖുതുബ ഇങ്ങനെ അവിടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധം കഴിഞ്ഞപ്പോ ഗനീമത്ത് സ്വത്ത് എന്ത് ചെയ്തു? വീതം വെക്കാൻ മുഹാജിറുകൾക്ക് ഭൂരിഭാഗം മുഹാജിറുകൾ കൊടുത്തു. സ്നേഹമുള്ള നബി ആർക്കാ ശരിക്കും കൊടുക്കേണ്ടത്? അൻസാരിയൊക്കെ കൊടുക്കേണ്ടത്. പക്ഷെ നബി കൊടുത്തത് അധികം ആർക്കാണ്? മുഹാജിറുകൾക്കാണ്. അതിലെ മുഴുവൻ എന്താണ് വലിയ ഓഹരികൾ മുഴുവൻ ആരും കൊണ്ടുപോയി? മുഹാജിറുകൾ കൊണ്ടുപോയി. ഇതിങ്ങനെ കണ്ടപ്പോ, ഇതിങ്ങനെ റസൂലുള്ള കൊടുക്കുന്നത് കണ്ടപ്പോ എന്ത് ചെയ്തു? ആളുകൾക്കിടയിൽ സംസാരം തുടങ്ങി, പ്രത്യേകിച്ച് അൻസാരികൾക്കിടയിൽ. റസൂലുള്ള എന്താ അങ്ങനെ ചെയ്തത്? ഞങ്ങൾക്ക് കിട്ടാനുള്ളതല്ലേ? യുദ്ധത്തിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുത്തതല്ലേ? യുദ്ധാനന്തരം മുതൽ വീതിക്കുമ്പോൾ അതിനൊരു നീതിയും അത് റസൂലുള്ള നിശ്ചയിച്ചു വെച്ച ചില നിയമങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് തന്റെ നാട്ടുകാർക്ക്, നബിന്റെ നാട്ടുകാരാണല്ലോ, അപ്പൊ ഇവരെ കണക്കിൽ നബിന്റെ നാട്ടുകാരാണ് മുഹാജിറുകള്, എന്തുകൊണ്ടാ മുഹാജിറുകൾക്ക് അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുത്തു എന്നാൻ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു ഉബാദ അല്ലെ, സയ്യിദുൽ ഖസ്റജാൻ. സയ്യിദുൽ ഖസ്റജ് എന്ന് പറഞ്ഞാൽ ഖസ്റജികളുടെ നേതാവായിരുന്നു അന്ന് സഅദ് റളിയല്ലാഹു അൻഹു. ഖസ്റജ് എന്ന് പറഞ്ഞാൽ അൻസാരികൾ, നേരത്തെ ഔസിൽ ഒരാളും ഉണ്ടാവും, ഖസ്റജിൽ ഒരാളും ഉണ്ടാവും. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ആൾക്കാർ എന്ത് ചെയ്തു? വിഷയം അൻസാരികൾ വന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആര് ഈ വിഷയം അവതരിപ്പിച്ചു? സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, നബിയെ, ഇങ്ങനെ ചില വർത്തമാനങ്ങളുണ്ട്, നിങ്ങൾ എന്തിനാണ് മുഹാജിറുകൾക്ക് ഇത്രമാത്രം സമ്പത്ത്, ഗനീമത്ത് സ്വത്ത് കൊടുത്തു? സ്നേഹമുള്ള റസൂലുള്ള ചെയ്യേണ്ടത് ശരിക്കും എന്താ? മുഹാജിറുകൾക്ക് ഇങ്ങനെ റസൂലുള്ള കൊടുക്കേണ്ടത് ആർക്കാണ്? അൻസാരികൾക്കാണ്. അപ്പൊ സഅദ് ഇബ്നു മുആദ് അൻസാരികളുടെ നേതാവ് ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പിന്നെ ഒരു ഖുതുബ നടത്തി. ആ ഖുതുബയാണ് ഞാൻ പറഞ്ഞത്, ലോക പ്രശസ്തമായ ഖുതുബ. സാഹിത്യത്തിന്റെ ഭംഗിയും നബിയുടെ വാക്ചാതുര്യവും നബിയുടെ വൈകാരികമായ ചില വാചകങ്ങളും അതിൽ വളരെ ഒരു വിശ്വാസിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. റസൂലുള്ള എണീറ്റ് നിന്നു. റസൂലുള്ള പറയാണ്, യാ മഅ്ശറൽ അൻസാർ, അൻസാരികളോടാണ് റസൂലുള്ളാഹിന്റെ ഖുതുബ. അതായത് ഇതിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു പറഞ്ഞു, സഅദ് അൻസാരികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് പോവാ. അങ്ങനെ എവിടേക്ക്? ഇലാ ഹാദിഹിൽ ഹളീറ, ഇപ്പൊ നബി ഇങ്ങനെ നിൽക്കുന്ന ഈ തട്ടകത്തിലേക്ക് വിളിച്ചോണ്ട് പോവാ.
അപ്പൊ ആ ഒരു വിളി കേട്ടപ്പോ ആദ്യം മുഹാജിറുകൾ ഇങ്ങനെ കയറാൻ തുടങ്ങി. മുഹാജിറുകൾ തന്നെ കയറിയപ്പോ കുറച്ച് ആൾക്കാരോടെ കയറ്റിയിരുത്തി. പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ വന്നപ്പോ അവരവിടെ റദ്ദു, അവരെ മടക്കി അയച്ചു. നിങ്ങളിപ്പോ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ സഅദ് എന്ത് ചെയ്തു? അൻസാരികളെയും കൊണ്ടുവന്നു. അൻസാരികൾ മുഴുവൻ എന്ത് ചെയ്തു? നബിയുടെ ആ സന്നിധിയിൽ ഇങ്ങനെ തിങ്ങിയിരിക്കാൻ. പരാതി കേൾക്കണല്ലോ, നബി എന്താ ചെയ്തതെന്ന് അറിയണല്ലോ. അതുകൊണ്ട് തന്നെ പരാതി ഉന്നയിച്ചവനും അത് കേൾക്കാൻ ആഗ്രഹിച്ചവനും മുഴുവൻ നബിയുടെ സദസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൻ. നബിയുടെ ആദ്യത്തെ വാക്ക് തന്നെ, നബി പൊട്ടിക്കുന്ന ആദ്യത്തെ വരി, യാ മഅ്ശറൽ അൻസാർ, അൻസാരി സമൂഹമേ, മഖാലത്തും ബലഗത്നി അൻകും, നിങ്ങൾ പറഞ്ഞൊരു വാർത്ത, നിങ്ങൾ പറഞ്ഞൊരു വർത്തമാനം എൻ്റെ അടുത്ത് എത്തി. എനിക്കത് എത്തിയിട്ടുണ്ട്. എന്താണത്? വജിദത്തുൻ വജത്തുമൂഹാ ഫി അൻഫുസികും, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയ വേദനയാണ്, നിങ്ങൾക്ക് തോന്നിയ ഒരു പ്രയാസമാണ്. അതാണ് ഒരു വാക്കുകളായി സഅദിലൂടെ എൻ്റെ കാതുകളിലേക്ക് അതെത്തിയത്. അലം ആതികും വല്ലാല ഫഹദാകുമുല്ലാഹു ബി, വഴിതെറ്റി നടന്നിരുന്നൊരു സമൂഹമായിരുന്നില്ല നിങ്ങൾ, അള്ളാഹു എന്നെ കൊണ്ട് നിങ്ങളെ നെന്മാർഗത്തിലേക്കാക്കിയില്ലേ. വആലതൻ ഫഅഗ്നാകുമുല്ലാഹു ബി, നിങ്ങൾ ദരിദ്രതയിൽ, നിങ്ങൾക്ക് ഒരുപാട് ദാരിദ്ര്യവും പ്രയാസവും കടന്നു വന്നപ്പോ ധന്യത നൽകി അള്ളാഹു എന്നെ കൊണ്ടല്ലേ, എന്നെ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ധന്യത നൽകിയില്ലേ എന്ന് പറഞ്ഞു. എന്നിങ്ങനെ ഓരോ സംഭവം റസൂൽ പറയാം. വഅദാഅൻ ഫഅല്ലഫല്ലാഹു ബൈന ഖുലൂബികും, ഔസും ഖസറജുമായി വേർതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷത്തിലൂടെയും പോരടിച്ചിരുന്ന നിങ്ങൾക്കിടയിൽ സാഹോദര്യത്തിന്റെ ഏറ്റവും നല്ല സാഹോദര്യത്തിലേക്ക് കൊണ്ടുവന്നവൻ അള്ളാഹുവാൻ. അതിന്റെ കാരണക്കാരൻ ഞാനാണ്. നിങ്ങളുടെ മനസ്സുകളെ കൂട്ടിയിണക്കിയത് അള്ളാഹുവാൻ, ഞാൻ കാരണമല്ലേ. ഇങ്ങനെ ഓരോ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ അൻസാരികൾ ഖാലു ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, പറഞ്ഞത് മുഴുവൻ ഹക്കാൻ. അതെ, ഞങ്ങൾ നേർമാർഗത്തിലായതും ഞങ്ങൾക്ക് ഈ ഹിദായത്ത് കിട്ടിയതും മാത്രമല്ല, ഞങ്ങളുടെ ദാരിദ്ര്യം നീങ്ങിയതും ജീവിതത്തിൽ ധന്യത വന്നതും ഞങ്ങളുടെ മനസ്സുകളിൽ സ്നേഹം നിറഞ്ഞതും കാരണക്കാരൻ റസൂലെ അങ്ങയാണ്. അല്ലാഹു വ റസൂലുഹു അമന്നു അഫ്ളലു. അത്ര വേദനയുള്ള ഘട്ടത്തിലും നബിനോട് ഈർഷ്യാത തോന്നിയ നിമിഷങ്ങളിലും അവർ പറഞ്ഞു അല്ലാഹു വ റസൂലുഹു അമന്നു വ അഫ്ളലു, ഏറ്റവും അനുകമ്പയും ആർദ്രതയും ശ്രേഷ്ഠതയുമുള്ളതാർക്കാൻ? അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമാണ്. സുമ്മക്കാൽ, എന്നിട്ട് റസൂൽ അടുത്ത് പറയാൻ, അലാ തുജീബൂനി യാ മഅ്ശറൽ അൻസാർ, അൻസാറുകളെ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം, നിങ്ങൾ അതിന് ഉത്തരം പറയുമോ? ഖാലു, അവര് പറഞ്ഞു, ബിമാദാ നുജീബുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തുത്തരമാണ് ഞങ്ങൾ അങ്ങേക്ക് നൽകേണ്ടത്? ലില്ലാ ഫസദ്ദഖ്നാക വമഖ്ദൂലൻ ഫനസർനാക വതരീദൻ ഫആവൈനാക വആഇലൻ ഫവാസൈനാക. റസൂലേ, അങ്ങക്ക് ഞങ്ങൾ സഹായം നൽകാതിരിക്കുമോ? അങ്ങക്ക് ഞങ്ങൾ ഉത്തരം നൽകാതിരിക്കുമോ? അങ്ങ് ഒരു കാര്യം പറഞ്ഞപ്പോ അതിനെ സത്യപ്പെടുത്തിയവരാ. ഫസദ്ദഖ്നാ എന്ന് പറഞ്ഞാൽ, സദ്ദഖ്നാ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ഒരു ഇതുമില്ലാതെ അതിനെ അംഗീകരിച്ചവരാ. നേരത്തെ ജൂതന്മാരെ പണി ഞങ്ങൾ ചെയ്തവരല്ല എന്ന് അവരും എടുത്തു പറഞ്ഞു. മാത്രവുമല്ല വമഖ്ദൂലൻ ഫനസർനാക്, ആളുകൾ മുഴുവൻ കഴിയൊഴിഞ്ഞപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ നാട് കടത്തിയപ്പോ നസർനാക്, അങ്ങയെ സഹായിച്ചവര് നബിയെ ഞങ്ങളാണ്. വതരീദൻ ഫആവൈന, ആട്ടിയോടിക്കപ്പെട്ടപ്പോ അഭയം നൽകിയതും പ്രവാചകരെ ഞങ്ങളാണ്. വആഇലൻ ഫവാസൈനാക്, ഒന്നുമില്ലാതിരുന്ന ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലും സമ്പത്ത് നൽകി നബിക്ക് എല്ലാവിധ സഹായവും നൽകിയത് ഞങ്ങളാണ് എന്നവർ പറഞ്ഞു. അഥവാ ഞങ്ങൾ ഉത്തരം പറയാ, റെഡിയാണ് നബിയെ എന്ന് പറഞ്ഞാൽ. അപ്പൊ ലാ ഷഹാദത ബഅദ ഹാദിഹി ഷഹാദ യഹ്താജുൽ അൻസാറു മിൻ അഹദിൻ, അൻസാറുകൾ ഇങ്ങനെ ഓരോ അവരുടെ സംഭവങ്ങളും റസൂലുള്ളാഹിന്റെ സംഭവമൊക്കെ ഇങ്ങനെ എല്ലാം എടുത്തു പറഞ്ഞ് അപ്പൊ നമ്മൾ പറഞ്ഞത് അൻസാരികൾ അവരുടെ മറുപടിയും പറയാൻ തുടങ്ങി. റസൂലുള്ളാഹിക്ക് പറയാനുള്ളതും പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് ചെയ്ത സഹായങ്ങളും നബി അവരോട് കാണിച്ച ആർദ്രതയും സ്നേഹവും റസൂലും പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് റസൂലുള്ള പറയണം, ഇനി ഇരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ മുഹാജിറുകൾക്ക് ഈ സമ്പത്ത് കൊടുത്തത്, ഈ ഒരു ഹുനൈനിലെ സ്വത്ത് കൂടുതൽ ഞാൻ അവർക്ക് കൊടുത്തത് എന്നുള്ള കാരണം പറയാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരണം പറയാൻ, ഞാൻ അത് അവർക്ക് കൊടുക്കാനുള്ള കാരണം, നിങ്ങൾ ഹൃദയത്തിന് കുറച്ച് എളിമയുള്ള ഹൃദയ നിർമ്മലരാണ്, നിർമ്മല ഹൃദയം പേറുന്നവരാണ് അൻസാരികൾ. ദീനിന് അത്യാവശ്യം ശക്ക് പറഞ്ഞപ്പോൾ അതിനെ സ്വീകരിക്കാൻ ഒരു പ്രയാസവും എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളെ മനസ്സിലില്ല. പക്ഷെ ഈ മുഹാജിറുകൾ പലരും ആരാണ്? ഹദീസു വൽ ഇസ്ലാം, ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുമുഖ ഇസ്ലാമിലുള്ള ആൾക്കാരാണ്. പല ആളുകൾ ഇല്ലേ, ഹിജറ വന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തില്. അതുപോലെ തന്നെ ഈ ഹുനൈൻ യുദ്ധം എന്നൊക്കെ പറയാം, അതിന് മുന്നുള്ള യുദ്ധങ്ങളിൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ മറ്റ് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരെ പിടിച്ചു നിർത്താൻ,
അവർക്ക് ദീന് അല്ലെ പണം കൊടുത്തിട്ടാണെങ്കിലും സമ്പത്ത് ചെലവഴിച്ചിട്ടാണെങ്കിലും ഇസ്ലാമിന്റെ മാർഗത്തിൽ അല്ലെ അവർ കുറച്ചു കാലം നിലനിന്ന് ഇസ്ലാമിനെ പഠിച്ച് ഇതിൽ ഉറച്ചു നിൽക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, അവർക്ക് ഗനീമത്ത് സ്വത്ത് കുറച്ച് ഞാൻ കൂടുതൽ കൊടുത്തു, നിങ്ങൾക്ക് ഞാൻ കുറച്ച് തരികയും ചെയ്തു എന്ന് റസൂൽ ആ സംഭവം അവിടെ എടുത്തു പറഞ്ഞു. അതായത് തഅല്ലഫ്തു ബിഹാ ഖൗമൻ ലിയുസ്ലിമു അഅതൈതു الناس هؤلاء لانهم حديث اهل الاسلام. ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്ന തുടക്കക്കാരായ കുറെ ആൾക്കാര് മുഹാജിറുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യകാല ഹുനൈൻ യുദ്ധം നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഹുദൈബിയ സന്ധിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന് ശേഷമാണ്. ഹിജറ 7-ലോ 9-ലോ ഒക്കെയാണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് എന്തായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗനീമത്ത് സ്വത്ത് മറ്റവർക്ക് കൊടുക്കാതെ ആദ്യം കുറെ കൊടുത്തത് മുഹാജിറുകൾക്കായി പോയത്. അപ്പോൾ റസൂലുള്ളാഹി ഫഅറദ്തു തഅലീഫ ഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങളിൽ ഒരു ഇണക്കമുണ്ടാവാൻ ഞാൻ ആഗ്രഹിച്ചു. സമ്പത്താണ്ട് കൊടുക്കുമ്പോൾ ഹൃദയത്തിന് ഒരു ഇണക്കം വരാൻ കാരണമുണ്ടാകും. ഇവരുടെ മനസ്സ് ഏതായാലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇണങ്ങിയ ഹൃദയങ്ങളാണ്. വവക്കൽതുക്കും ഇലാ ഇസ്ലാമിക്കും, എന്നാൽ നിങ്ങൾക്ക് ഞാൻ കരുതി വെച്ചത് ഇസ്ലാമാണ്. ഇസ്ലാം ഉണ്ടല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് നബിയുടെ വാക്ക് ഇങ്ങനെ പോണം നോക്കട്ടെ. നബി പറയണ ഇനി വർത്തമാനം നോക്കണം. സുമ്മ ഖാല ലഹുമുൽ കലാം അല്ലദീ ലാ യൂസനു ബികുല്ലി അതായത് ദുനിയ വഹിബാതിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറഞ്ഞ വർത്തമാനങ്ങൾ ദുനിയാവിലെ എത്ര വലിയ സമ്മാനത്തിനേക്കാളും വലുതാണ്, ദുനിയാവിലെ എത്ര വലിയ പാരിതോഷികങ്ങളെക്കാളും വലുതാണ്. റസൂലുള്ളാഹി പറയുന്നു, അലാ തർലൗന യാ മഅശറൽ അൻസാർ അയദ്ഹബൻ നാസു ബിശ്ശാതി വൽ ബഈർ. അൻസാരികളെ, നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവൂലേ? ജനങ്ങൾ ഒട്ടകങ്ങളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും അവരങ്ങ് പോയിക്കോട്ടെ. അല്ലെ, ഈ യുദ്ധത്തിൽ കിട്ടിയ മുതൽ എന്ന് പറഞ്ഞ ഒട്ടകങ്ങളാണ്, അതുപോലെ തന്നെ ആടുകളാണ്, മാടുകളാണ്, അതിന്റെ മുകളിലുള്ള ചരക്കുകളാണ്. അതുകൊണ്ട് അവർ പോട്ടെ. നിങ്ങൾക്ക് അതിൽ തൃപ്തിയില്ലേ? അലാ തർലൗന, നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിലാണോ തൃപ്തി അടയാൻ പോകുന്നത്? ഈ ദുനിയാവിലെ എല്ലാവിധ വിഭവങ്ങളെ കൊണ്ടും അവരങ്ങ് പോകട്ടെ. വതർജിഊന ബിറസൂലില്ലാഹി ഫീ റിഹാലിക്കും, നിങ്ങൾ മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ നബിയെയും കൊണ്ടാണ്. നിങ്ങൾ പോണത് മദീനയിലേക്ക് ആരും കൊണ്ടാ? റസൂലിനും കൊണ്ടാ. ഈ ബഈറിനെ കൊണ്ട് ഒരു പോട്ടെ, മുഹാജിറുകൾ പോട്ടെ, ഈ ആടുമാട് ഒട്ടകങ്ങൾ കൊണ്ട് അവര് പോട്ടെ. വതർജിഊന ബിറസൂലിക്കും ഇലാ റിഹാലിക്കും, നിങ്ങൾ മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ടെന്റുകളിലേക്ക് നിങ്ങളുടെ റസൂലിനെയും കൊണ്ടാണ്. ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബി ഫവല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലമാ തൻഖലിബൂന ബിഹി ഖൈറും മിമ്മാ യൻഖലിബൂന ബിഹി, അവർ കൊണ്ടുപോകുന്ന മുതലിനേക്കാളും ഏറ്റവും നല്ല മുതലുമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നത്. ഫവല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദിഹി ലൗലൽ ഹിജ്റതു ലകുൻതു റജുലൻ മിനൽ അൻസാർ. ഹിജ്റയില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവാണേ സത്യം, ഹിജ്റയില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു അൻസാരിയാകുമായിരുന്നു. ഞാൻ ഹിജ്റ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലെങ്കിൽ അൻസാരിയായിട്ട് ജീവിക്കാൻ കൊതിക്കുന്നവനാണ് ഞാൻ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കതാണ്. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് അൻസാരികൾ. അൻസാരികളിലേക്കാണ് ഞാൻ ഇനി തിരിച്ചു പോണത് കൊടുക്കുക വക്കത്തല്ല, ഞാൻ തിരിച്ചു പോണതും മദീനയിലേക്കാണ് എന്ന് റസൂലുള്ളാഹി അവരോട് ഇങ്ങനെ പറയുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ ഹിജ്റ അല്ലെങ്കിൽ ഞാനൊരു അൻസാരിയാണ്, അൻസാരിയായി തീരാനാണ് ആഗ്രഹിക്കുന്നത് എന്നാ റസൂലുള്ളാഹി പറയാൻ. വലൗ സലകന്നാസു ശിഅബൻ വസലകതിൽ അൻസാറു ശിഅബാ, ഈ അൻസാരികൾ ഒരു മലയും അതുപോലെ തന്നെ ജനങ്ങൾ മുഴുവൻ മറ്റൊരു മലയും തേടിപ്പോയാൽ, പാർക്കാൻ വേണ്ടി ഒരു മല തേടിപ്പോയാൽ, ലസലക്തു ശിഅബൽ അൻസാർ, അൻസാരികൾ തേടിപ്പോകുന്ന മലഞ്ചെരുവിനെ ഞാൻ എന്റെ മലഞ്ചെരുവായി തെരഞ്ഞെടുക്കുമായിരുന്നു. അൻസാരികൾ ഒടുക്ക പോണ്, അവിടേക്ക് ഞാനും വരുന്നാൻ. ആൾക്കാർ മുഴുവൻ എവിടേക്കെങ്കിലും പോട്ടെ, പക്ഷെ ഞാൻ പോകുന്ന മാർഗം അൻസാരികളുടെ മാർഗത്തിലേക്കായിരിക്കുന്നു. അത്രക്കും ഇഷ്ടം എനിക്ക് അൻസാരികളോടാണ്. സുമ്മ ദഅ ലഹും നബിയുല്ലാഹ്, എന്നിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹി ഈ അൻസാർ തടിച്ചുകൂടിയ അൻസാരികൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഇർഹമിൽ അൻസാർ, അല്ലാഹുവേ അൻസാരികൾക്ക് നീ കരുണ ചെയ്യണേ. അല്ലാഹുമ്മ ഇർഹമിൽ അൻസാറ വഅബ്നാ അൽ അൻസാറ വഅബ്നാ അബ്നാഇൽ അൻസാറ, അല്ലാഹു അൻസാരികളുടെ മക്കൾക്കും അവിടെ മക്കൾക്കും അല്ലാഹുവേ നിന്റെ കരുണ ചെയ്യ. റസൂലുള്ളാഹി അത് നിർത്തിയില്ല എന്നാണ് ആ സ്വഹാബി ഇങ്ങനെ പറയണേ. നബിയുടെ ആ പ്രാർത്ഥന ഇങ്ങനെ മുറിയാതെ ദീർഘിച്ചു പോയി എന്നാണ്. അൻസാരികൾക്കും അൻസാരുടെ മക്കൾക്കും മക്കൾക്കും പേരമക്കൾക്കും അല്ലാഹുവേ റഹ്മത്ത് ചൊരിയണേ എന്ന് റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഹദീസ് ഉദ്ധരിച്ച മഹാനായ സഹാബി പറയൻ, ഫബക്കൽ അൻസാറു ഹത്താ അഖ്ലല്ലു ലിഹാഹും, നബിയുടെ വാക്ക് ഇങ്ങനെ കേട്ടപ്പോ താടിരോമങ്ങളിലൂടെ നിറകണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുന്ന അവരുടെ കണ്ണുനീർത്തുള്ളികളെ ഞങ്ങൾ അന്ന് ദർശിച്ചു എന്നാൻ നബി ഇങ്ങനെ വിളിച്ചുകൂട്ടി. നബിന്റെ പ്രസംഗം കേട്ടപ്പോഴേക്ക് എന്ത് ചെയ്തു? അൻസാരിയുടെ മനസ്സിനെ
അത് വല്ലാതെ സ്വാധീനിച്ചു. അത്ര നിർമ്മല ഹൃദയാണ് മൂമിനിന്റെ ഹൃദയം. അങ്ങനെയാണ്. കുറേ വയലേക്കണം നമ്മൾ, കുറേ വിശുദ്ധ ഖുർആന്റെ ആയത്തേക്കണം. എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണുകളൊന്നും നിറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഹൃദയത്തിനൊരു കുലുക്കം വന്നിട്ടുണ്ടോ? അൻസാരികൾക്ക് നബിയുടെ ഖുത്ബ കേട്ടപ്പോ, ഒരു ഹദീസ് കേട്ടപ്പോ, നബിയുടെ ഒരു വർത്തമാനം കേട്ടപ്പോ അവരുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കിയെങ്കിൽ, അവരുടെ കണ്ണുകളെ കണ്ണീരണിയിച്ചുവെങ്കിൽ, അതായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് അൻസാരികൾ പഠിച്ച പാഠങ്ങൾ. അൻസാരികളുടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും പഠിക്കാനുള്ള പാഠങ്ങൾ. ആ അൻസാരികൾ അള്ളാഹു നമ്മൾക്ക് മാതൃകയാവട്ടെ, അല്ലെ? അള്ളാഹു മാതൃകയാക്കി തരട്ടെ. അള്ളാഹു അൻസാരികൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. അള്ളാഹു അൻസാരികളുടെ മക്കൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ആ അൻസാരികളുടെ ജീവിതമായി സ്വീകരിക്കുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൻസാരികളുടെ ജീവിതം ഇടക്കിടക്ക് കേൾക്കാം. ഒരുപാട് അൻസാരികൾ ലോകത്ത് കഴിഞ്ഞുപോയി, അല്ലെ? അൻസാരികൾ വളരെ കുറവാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ വിരളമായിരുന്നു അൻസാരികൾ എന്നാണ് ചില മുഹരിഹീങ്ങളൊക്കെ ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. പക്ഷേ പലരുടെയും ചരിത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കോറിയിടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അൻസാരികളുടെ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാനാകും. ആ അൻസാരികളെ സംബന്ധിച്ചൊക്കെ പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുമുണ്ട്. അവിടെ ജീവിതം ലോകത്തിന് മാതൃകയാകുന്ന വിധം വിവരിച്ചിട്ടുമുണ്ട്. അള്ളാഹു അത്തരം പാഠങ്ങളിൽ നിന്ന് ജീവിതത്തെ വിമലീകരിക്കുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രമാത്രം അൻസാരികൾ പ്രിയപ്പെട്ടതായത് അവർ സഹായ മനസ്കത അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സഹായ മനസ്കത മനോഭാവം അള്ളാഹു നിലനിർത്തി തരട്ടെ, അല്ലെ? മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമായി നിൽക്കാനുള്ള ആ ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് കണ്ടാൽ ഒരു മടിയുമില്ലാതെ അതിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ കലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ, അവിടുത്തെ ഹദീസുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകണേ. നൽകിയ അറിവ് അള്ളാഹു നീ ഉപകാരപ്പെടുത്തി തരികയും ചെയ്യണമേ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹുവെ നിന്നെ ഭയപ്പെട്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണുകൾക്ക് ഉടമകളായി റബ്ബേ നീ ഞങ്ങളെ മാറ്റണേ. അള്ളാഹുവെ സ്വർഗം ലഭിക്കുന്നവരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. പ്രിയപ്പെട്ടവരോടൊപ്പം, മക്കളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, കുടുംബക്കാരോടൊപ്പം, ഗുരുനാഥന്മാരോടൊപ്പം, നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരോടൊപ്പം അനന്തകരമായ ആ സ്വർഗ ജീവിതം റബ്ബേ നീ ഞങ്ങൾക്ക് സമ്മാനിക്കണേ. ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബേ നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. അള്ളാഹു ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ. പല ഉദ്ദേശങ്ങളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. ജോലിയില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ജോലി കൊടുക്കട്ടെ. നമ്മുടെ ജോലികളിൽ അള്ളാഹു എളുപ്പം നൽകട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. നമ്മുടെ സമ്പത്തും സമ്പാദ്യങ്ങളും ഹലാലാവട്ടെ. ഹലാലായത് സമ്പാദിക്കാനും ഹലാലായത് ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് അറിവ് നൽകട്ടെ, വിവേകം നൽകട്ടെ. അള്ളാഹുവെ നന്നായി പ്രാർത്ഥിക്കുന്നവരിൽ, നന്നായി പ്രാർത്ഥിക്കാൻ അറിയുന്നവരിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ റബ്ബേ നീ തട്ടിക്കളയരുതേ. അള്ളാഹു ഞങ്ങളുടെ ദുആകളെ റബ്ബേ നീ തിരസ്കരിക്കരുതേ. അള്ളാഹുവെ നിന്റെ ഏറ്റവും നല്ല നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് ഞങ്ങൾ നിന്നോട് തേടുകയാൻ. ഞങ്ങളുടെ കാര്യങ്ങൾ റബ്ബേ നീ നന്നാക്കി തരണേ. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക നസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക നസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക നസ്തഗീസ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.